Hello everyone. Welcome to the eye opener video of Thanam Smart Savings and Investment Solution. ഓർഡർ ബുക്കിൽ തിളങ്ങി നിൽക്കുന്ന L&T സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. L&T എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി, മൈനിങ് ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻസ്, പ്രൊഡക്ഷൻസ്, എനർജി, ഇൻഫർമേഷൻ ടെക്നോളജി, മിലിറ്ററി, ഫിനാൻഷ്യൽ സർവീസ് എന്നിവയിൽ ബിസിനസ് താല്പര്യമുള്ള ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. മുംബൈയിലാണ് കമ്പനിയുടെ ആസ്ഥാനം. 1938 ബോംബെയിൽ ഡാനിഷ് എഞ്ചിനീയർമാരായ ഹെന്നി ഹോൾട്ട് ലാസനും സോറൻ ക്രിസ്ത്യൻ ടൂബ്രോയും ചേർന്നാണ് L&T സ്ഥാപിച്ചത്. ഈ സ്റ്റോക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതിനായി നമുക്ക് അവരുടെ ടെക്നിക്കൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് 1 ഇയറിലെ പെർഫോമൻസ് കുറച്ച് മോശമാണ്. 5.46% ആണ് മൈനസ്. അതുപോലെ തന്നെ 2 ഇയറിലെ നോക്കുകയാണെങ്കിൽ 62.67% ആണ്. ഷെയർ ഹോൾഡിംഗ് FII 20.57% ഉണ്ട്. അതുപോലെ DII 41.45% ഉണ്ട്. പബ്ലിക് 19.37%, അതേഴ്സ് 18.61%. ഇമ്പോർട്ടന്റ് റേഷ്യോസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 15,569, ഏർണിംഗ് പെർ ഷെയർ 93.96, ഫിനാൻഷ്യൽ ROE 15.12. ഈ അടുത്തിടെ L&T ഓഹരികളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ വലിയ ഓർഡറുകൾ ലഭിച്ചതിനെ തുടർന്ന് L&T സ്റ്റോക്കുകൾ കുത്തനെ ഉയർന്നിരുന്നു. മാർച്ച് മാസം ഇതുവരെ ഓഹരികൾ 12% വരെ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. നോർത്ത് ഫീൽഡ് പ്രൊഡക്ഷൻ സസ്റ്റൈനബിലിറ്റി ഓഫ്ഷോർ കംപ്രഷർ പ്രോജക്ടിനായി ഖത്തർ എനർജി LNGയിൽ നിന്ന് 15,000 കോടി രൂപയുടെ അൾട്രാ മെഗാ പ്രോജക്ട് അവർക്ക് ലഭിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിലെ പ്രമുഖരായ ലാസൻ ആൻഡ് ട്യൂബ്രോയുടെ ഹൈഡ്രോ കാർബൺ വിഭാഗമാണ് ഈ ഒരു ഓർഡർ സ്വന്തമാക്കിയത്. 15,000 കോടിക്ക് മുകളിലുള്ള കരാറുകളെ അൾട്രാ മെഗാ ഓർഡറുകളായിട്ടാണ് L&T തരംതിരിക്കുന്നത്. കമ്പനിക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സിംഗിൾ ഓർഡറാണിത്. കമ്പനി 2 ഓഫ്ഷോർ കംപ്രഷൻ കോംപ്ലക്സുകളുടെ എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റോറേജ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് കമ്മീഷനിംഗ് എന്നിവ അവർക്ക് വേണ്ടി നിർവഹിക്കും. ഇതിൽ കംപ്രഷൻ, വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങൾക്കുള്ള വലിയ ഓഫ്ഷോർ പ്ലാറ്റ്ഫോമുകൾ, ലിവിംഗ് ക്വാർട്ടേഴ്സ്, ഫ്ലെയർ പ്ലാറ്റ്ഫോമുകൾ, ഇന്റർ കണക്ടഡ് ബ്രിഡ്ജ് എന്നിവ ഉൾപ്പെടുന്നു. ഓർഡർ വിജയവും ഓർഡർ ഇൻഫ്ലോയും 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഓർഡർ ഇൻഫ്ലോയിൽ 10% വാർഷിക വളർച്ച ലക്ഷ്യമിട്ടിരുന്ന L&T ഖത്തർ എനർജി LNGയിൽ നിന്ന് ഓർഡർ നേടിയതോടെ ഈ ലക്ഷ്യം മറികടന്നിരുന്നു. ഈ ഓർഡർ വിജയത്തോടെ 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ കമ്പനി പ്രഖ്യാപിച്ച ഓർഡർ ഇൻഫ്ലോ 66,400 കോടി രൂപയായി. അതേസമയം Q3 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ 2025 Q3യിൽ സംയോജിത അറ്റാദായം 3,359 കോടി രൂപയായി മാറിയിരുന്നു. മുൻവർഷത്തെ ഇതേ പാദത്തിലെ 2,947 കോടിയിൽ നിന്ന് 14% വർധനവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഓപ്പറേഷണൽ ഇൻകം നോക്കുകയാണെങ്കിൽ 17% വർദ്ധിച്ച് 64,668 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ 55,125 കോടി രൂപയായിരുന്നു. ഈ ക്വാർട്ടറിൽ L&T 1,16,036 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ നേടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കമ്പനി 53% വളർച്ചയാണ് കൈവരിച്ചത്. ഈ ഒരു കുതിപ്പിന് പ്രധാന കാരണവും ഇന്റേണൽ ഓർഡറുകളാണ്. ഇത് ടോട്ടൽ ഓർഡറുകളുടെ 58% ഇന്റേണൽ ഓർഡറുകളാണ്. മിഡിൽ ഈസ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഗണ്യമായ സംഭാവനകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നിട്ടും നെറ്റ് പ്രോഫിറ്റ് 3,831 കോടി രൂപ മാത്രമായിരുന്നു. അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചതിലും വളരെ താഴെയാണ് ഇവരുടെ ഒരു പ്രോഫിറ്റ് കാണുന്നത്. കമ്പനിയുടെ ഈ പാദത്തിലെ എബിറ്റിഡ 9% വർദ്ധിച്ച് 6,255 കോടിയിലെത്തി. മുൻവർഷം ഇതേ പാദത്തിൽ 5,759 കോടിയായിരുന്നു. ഇനി നമുക്ക് ആ സ്റ്റോക്ക് ഉയർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ശക്തമായ ഗൾഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും പ്രധാന ഓർഡർ വിജയങ്ങളെയും തുടർന്ന് ബ്രോക്കറേജുകൾ മികച്ച പ്രകടനം നടത്തി. റേറ്റിംഗുകൾ വീണ്ടും ഉറപ്പിച്ചതിനെ തുടർന്ന് L&T സ്റ്റോക്കുകൾ കുത്തനെ ഉയർന്നു. കമ്പനി $4 ബില്യൺ ഖത്തർ എനർജി LNG കരാർ നേടി. കമ്പനിയുടെ ഏറ്റവും വലിയ ഓഫ്ഷോർ ഇടപാടാണ് ഇത്. ടെക്നിക്കൽ നോക്കുമ്പോൾ സ്റ്റോക്ക് ലോങ് ടേം സിമ്പിൾ മൂവിംഗ് ആവറേജിന് താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും ഓവർബോട്ട് ടെറിട്ടറിയിലേക്ക് അടുത്തു വരുന്നതായും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓഹരി 6%, കഴിഞ്ഞ മാസത്തിൽ 9% നേട്ടമുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ വർഷം 4%, കഴിഞ്ഞ 6 മാസത്തിനിടെ 6% കമ്പനി ഇടിവ് രേഖപ്പെടുത്തി. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 150 ഡേയ്സ്, 200 ഡേയ്സ് മൂവിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ അതിന്റെ താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. 150 പക്ഷേ 200 ഡേയ്സ് മൂവിംഗ് ആവറേജിന്റെ താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. RSI നോക്കുകയാണെങ്കിൽ 62.9 നിൽക്കുന്നത്. ഇത് സ്റ്റോക്ക് ഓവർബോട്ട് ടെറിട്ടറിയിലേക്ക് അടുക്കുകയാണെങ്കിലും ഒരു ന്യൂട്രൽ സോൺ തുടരുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കമ്പനിയിലേക്ക് ഓർഡറുകളുടെ ശക്തമായ ഒഴുക്കുള്ളതിനാൽ ലോങ് ടൈമിൽ ഓഹരിയെ കുറിച്ച് വിദഗ്ധർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് കാണിക്കുന്നത്. 52 വീക്കിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് 3% വർധനമാണ് ഓഹരിക്കുണ്ടായത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 200%-ലധികം മൾട്ടി ബാഗർ റിട്ടേണുകൾ കമ്പനി നൽകിയിട്ടുണ്ട്. റെക്കോർഡ് ഭേദിക്കുന്ന ഓർഡർ വിജയങ്ങളും വാഗ്ദാനമായ GCC അവസരങ്ങളും L&Tക്ക് ശക്തമായ ദീർഘകാല സാധ്യതകളാണ് ബ്രോക്കറേജുകളും കാണുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 50-100 പോസിറ്റീവായിട്ട് മുകളിൽ നിൽക്കുന്ന ഒരു മൂവിംഗ് ആവറേജ് ആണ് കാണുന്നത്. അതേസമയം വീക്ക്ലി ഡേറ്റ നോക്കുമ്പോൾ എല്ലാ മൂവിംഗ് ആവറേജുകളെക്കാളും മുകളിലാണ് L&Tയുടെ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായും ലോങ് ടൈമിലേക്ക് വളരെ നല്ല ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ലോങ് ടൈമിൽ കാണുന്നത്. അവിടെ നിന്ന് ഹൈ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ ഇത്തവണയും വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് സർക്കാർ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. വലിയ ഫണ്ടാണ് അവർ അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. തീർച്ചയായും L&Tയെ പോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾക്ക് തീർച്ചയായും ആ രീതിയിലുള്ള വളരെ വലിയ ഒരു പ്രോഫിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള ഓർഡർ ബുക്കും ആ മേഖലയിൽ നിന്ന് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും L&T പോലെയുള്ള കമ്പനികൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അത്. അപ്പൊ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ഡിഫൻസ് എന്നിവയുൾപ്പെടെ വിവിധ ബിസിനസ് വിഭാഗങ്ങളിലുടനീളം L&Tയുടെ സ്ഥിരതയാർന്ന പ്രകടനം ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ ഒരു മാർക്കറ്റ് ലീഡർ എന്ന നിലയിലുള്ള കമ്പനിയുടെ പദവി ശക്തിപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ അഗ്രസീവായ ഇന്റർനാഷണൽ എക്സ്പാൻഷനും റെക്കോർഡ് ഭേദിക്കുന്ന ഓർഡറും സ്ഥിരമായ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഭാവിയിലെ നല്ല വരുമാന വളർച്ചയ്ക്ക് ഒരു നല്ല സ്ഥാനവും നൽകുന്നുണ്ട്. എന്നിരുന്നാലും അൺസ്റ്റേബിൾ ഇൻപുട്ട് ചെലവുകളും ഗ്ലോബൽ മാക്രോ എക്കണോമിക് അൺസർട്ടൈനിറ്റികളും പല രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ ചാലഞ്ചസ് നേരിടേണ്ടി വരാൻ കാരണമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ലഘൂകരിക്കാൻ കമ്പനിക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശക്തമായ ഓർഡർ ബ്ലോക്കിംഗ്, വർദ്ധിച്ചു വരുന്ന സർക്കാർ അടിസ്ഥാന സൗകര്യ ചെലവ്, പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് ക്യാപിറ്റൽ ട്രേഡ്സ് എന്നിവയ്ക്കൊപ്പം L&T ഒരു ഉറച്ച ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായിട്ട് തുടരുന്നുണ്ട്. എന്നാൽ നിക്ഷേപകർ സ്ഥിരമായ ലാഭക്ഷമതയ്ക്കായി ഇംപ്ലിമെന്റേഷൻ എഫിഷ്യൻസിയും മാർജിൻ ട്രേഡുകളും നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയുമാണ് L&Tയെ കുറിച്ചുള്ള നമ്മുടെ ഒരു അനാലിസിസ്. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസുകളുമായിട്ട് നമ്മൾ ഇനിയും വരാം. അപ്പോ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.